വെൽക്കം ബാക്ക് ടു സി ഫാക്ടർ. പ്രപഞ്ചം ഉത്ഭവത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതാദ്യം കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരാം, എന്നാലേ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ചെറിയൊരു റീക്യാപ്പ് പോലെ പറയാം. ഒരു പോയിന്റിൽ നിന്നും തുടങ്ങിയ പ്രപഞ്ചം പോസ്റ്റ് റേറ്റിൽ ഇൻഫ്ലേറ്റ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിൽ പ്ലാങ്ക് ടൈം എന്ന് പറയുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഫിസിക്സിൻ്റെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കുന്ന ഒരു സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യുകയും കൂൾ ഡൗൺ ചെയ്യുകയും ചെയ്ത പ്രപഞ്ചത്തിൽ എനർജിയിൽ നിന്നും അഥവാ ഫോട്ടോൺസിൽ നിന്നും മാറ്റർ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ക്വാക്കുകളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. മാറ്റർ പാർട്ടിക്കിളും ആൻറ്റി മാറ്റർ പാർട്ടിക്കിൾ പെയറുകൾ തമ്മിലുള്ളൊരു ഇംബാലൻസ് ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള മാറ്റർ പാർട്ടിക്കിൾസ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ മാറ്റർ പാർട്ടിക്കിളാണ് നമ്മൾ ഈ കാണുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ചരാചരങ്ങൾക്കും ഉള്ള ഉത്ഭവം എന്ന് പറയുന്നത്. ഈ മാറ്റർ പാർട്ടിക്കിൾസ് അടുത്ത് വരികയും അവർ തമ്മിൽ ഫോഴ്സ് പാർട്ടിക്കിൾസ് പ്രവർത്തിക്കുകയും അങ്ങനെ രണ്ട് അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും അടുത്ത് വന്ന് അവിടെ ഗ്ലൂവോൺ പ്രവർത്തിച്ചതോടുകൂടി പ്രോട്ടോൺസ് ഉണ്ടാവുകയും വീണ്ടും രണ്ട് ഡൗൺ ക്വാർക്കും ഒരു അപ്പ് ക്വാർക്കും അടുത്ത് വന്ന് ഗ്ലൂവോൺ പ്രവർത്തിച്ച് അവിടെ ന്യൂട്രോൺസ് ഉണ്ടാവുകയും പിന്നെ ഇലക്ട്രോൺസ് അവിടെ ധാരാളമുണ്ട്. ഒരു ആറ്റം ഉണ്ടാവാനുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ പ്രപഞ്ചത്തിൽ അവൈലബിൾ ആണ്. പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇവരെല്ലാവരും അടുത്ത് വന്നാൽ മതി. ഇവരെല്ലാവരും അടുത്ത് വരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുള്ള ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റമാണ്. കാര്യം ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രം മതി. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായതും ഏറ്റവും അബൻഡൻ്റ് ആയിട്ട് ഉണ്ടായതും ഹൈഡ്രജൻ ആറ്റം തന്നെയാണ്. പിന്നീട് ഹീലിയം ആറ്റം ഉണ്ടായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീലിയം ആറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് അതിൻ്റെ ന്യൂക്ലിയസിൽ രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും ഉള്ളത്. ന്യൂട്രോണിൻ്റെ ആവശ്യം അവിടെ വന്നു. കാര്യം പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് അവർ രണ്ടുപേരെ ഒരുമിച്ച് വെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. സോ ന്യൂട്രോൺസിൻ്റെയും ആവശ്യകത വന്നു. അങ്ങനെ ന്യൂട്രോൺസും ഉപയോഗിക്കപ്പെട്ടു. ഹീലിയം ആറ്റവും ഉണ്ടായി. അവിടേക്ക് ഇലക്ട്രോൺസ് വന്നു, ഹീലിയം ആറ്റം ഉണ്ടായി, കുറച്ച് ലിഥിയം ആറ്റവും ഉണ്ടായി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ആറ്റംസ് ഏതൊക്കെയാണ്, എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനും ഹീലിയവും ലിഥിയവുമാണ്. അതിനുശേഷം നമ്മൾ പീരിയോഡിക് ടേബിളിൽ കാണുന്ന ഈ എലമെൻറ്റ്സ് എല്ലാം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് വഴിയേ പറയാം. നമ്മളൊരു ദിവസം വീട് തൂത്ത് അടിച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പൊടി വന്ന് നിറയും. റോഡ് സൈഡിലൊക്കെ വീടാണെങ്കിൽ പറയുകയും വേണ്ട, ഭയങ്കര പൊടിയായിരിക്കും. ഇതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ളത്. പ്രപഞ്ചത്തിൽ ആറ്റംസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഹൈഡ്രജനും ഹീലിയവും ലിഥിയവും ഒക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. ഇതിങ്ങനെ ഒരു പൊടിപടലം വന്ന് അടിയുന്നത് പോലെ പ്രപഞ്ചത്തിൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതൊരു മേഘം പോലെ, ഒരു ക്ലൗഡ് പോലെ ഇങ്ങനെ പ്രപഞ്ചത്തിൽ വ്യാപിച്ച് കിടക്കുകയാണ്. എത്രത്തോളം വ്യാപിച്ച് കിടക്കുകയാണ്? നമ്മുടെ ആകാശത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന മേഘങ്ങൾ പോലെ അത്രയും ചെറുതല്ല ഈ ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഇത് മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അക്രോസ് ആണ് ഇത് കിടക്കുന്നത്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകാശരശ്മി അല്ലെങ്കിൽ ഒരു ഫോട്ടോണിന് ഒരു വർഷം എത്ര ദൂരം സഞ്ചരിക്കാമോ ആ ദൂരത്തിനെയാണ് നമ്മൾ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഒരു സെക്കൻഡിൽ ഒരു ഫോട്ടോൺ സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്ററാണ്. ഒരു സെക്കൻഡിൽ നമ്മൾ 1 എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോൺ 3 ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ ഒരു വർഷം എത്രത്തോളം ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യും? അപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് അത് എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? അത്രയും ഡിസ്റ്റൻസ് അക്രോസ് ആണ് ഈ നെബുലകൾ കിടക്കുന്നത്. ഈ നെബുലകളിലാണ് ഇനി പ്രപഞ്ചത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ 7ലോ 8ലോ മറ്റോ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ ഗുരുത്വാകർഷണ നിയമം. അത് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും എന്തുകൊണ്ടോ എനിക്കെപ്പോഴും അറിയാം. ഈവൻ ഞാനൊരു ഡിമെൻഷ്യയൊക്കെ വന്ന് ഓർമ്മയൊക്കെ പോയാലും എനിക്കറിയാവുന്ന ഒരു സംഭവം ഇതായിരിക്കും എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. The law states that every body attracts every other body in the universe and the force of attraction is directly proportional to the product of their masses and inversely proportional to the square of distance between them. അതായത് ഏതൊരു മാസ്സുള്ള ബോഡീനെയും ബോഡികൾ തമ്മിലും ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം വേറൊരു ഹൈഡ്രജൻ ആറ്റത്തിനെ അട്രാക്ട് ചെയ്യുന്നു, അവരൊരുമിച്ച് വരുന്നു. ഇനി ഇവർ രണ്ടുപേരും കൂടെ വേറൊരാളെ അട്രാക്ട് ചെയ്യുന്നു, അവരൊരുമിച്ച് വരുന്നു. ഇങ്ങനെ ഹൈഡ്രജൻ ആറ്റങ്ങളെല്ലാം പരസ്പരം അട്രാക്ട് ചെയ്യുന്നു, ചുറ്റുമുള്ള ആറ്റത്തിനെ അട്രാക്ട് ചെയ്യുന്നു, അവരെല്ലാവരും ഒരുമിച്ച് വരുന്നു. ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായി മാറുന്നു. ഒരു കുഞ്ഞ് സെല്ലിൽ നിന്ന് ഒരു കുഞ്ഞ് ബേബി ഉണ്ടാവുന്നത് പോലെ ഇവരെല്ലാവരും കൂടെ അട്രാക്ട് ചെയ്ത് പരസ്പരം അട്രാക്ട് ചെയ്ത് ഇവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് കൂടിച്ചേരുന്നു. അവിടെ ഒരു ബോൾ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നു. ഈ ഗ്രാവിറ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷൻ ഈസ് എ കൊളാപ്സിങ് ഫോഴ്സ്, ലൈക്ക് ഒരു ക്രഷിങ് ഫോഴ്സാണ്. അപ്പം കൂടുതൽ മാസ് വരും തോറും കൂടുതൽ ഫോഴ്സ് അതിലേക്ക് വരികയാണ്. കൂടുതൽ ഫോഴ്സ് അതിലേക്ക് വരുമ്പോൾ ഉള്ളിലുള്ള ആളുകൾ ഇരുന്ന് ഞെരുങ്ങുകയാണ്. ഇങ്ങനെ ഞെരുങ്ങുന്ന ആളുകൾ, ഇതൊരു ഗ്യാസാണ്, ഗ്യാസിനൊരു പ്രഷറുണ്ട്. അപ്പോൾ പ്രഷർ കൂടും തോറും അത് ചൂടാവുമ്പോൾ അത് ഭയങ്കര ഒരു ടെമ്പറേച്ചറിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന സംഭവം സംഭവിക്കും. അതായത് ഹൈഡ്രജൻ്റെ ആറ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വിട്ടിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് അവിടെ ഹീലിയം ഉണ്ടാകും വിത്ത് ഇമ്മൻസ് എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്.
അങ്ങനെ അവിടെ ആദ്യത്തെ സ്റ്റാർ ജനിക്കുന്നു. ഇതുപോലെ നെബുലകളിൽ പല ഭാഗത്തായിട്ട് പല നക്ഷത്രങ്ങളും ജനിക്കുന്നുണ്ട്. ഇതുപോലുള്ള നെബുലകൾ പ്രപഞ്ചത്തിൽ പല ഭാഗത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ നെബുലകളിലെല്ലാം തന്നെ ഇതുപോലത്തെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. നെബുലകളിൽ നക്ഷത്രങ്ങൾ ജനിക്കുന്നുണ്ട്. ഈ നക്ഷത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു കൂട്ടത്തെ നമ്മളൊരു ഗാലക്സി എന്ന് വിളിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഗാലക്സികളുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ ഗാലക്സി ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നു. കുറേ ക്ലസ്റ്ററുകളെ ഒരുമിച്ച് നമ്മൾ സൂപ്പർ ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നു. അങ്ങനെ പ്രപഞ്ചം അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്കറിയാം, ഇപ്പം നമ്മൾ ഹൈഡ്രജനും ഹീലിയവും ലിഥിയം ഇതിനെ മറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? അവരൊക്കെ ഉണ്ടായാലല്ലേ നമ്മളെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഹൈഡ്രജനും ഹീലിയവും കൊണ്ടല്ലോ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടാവണമെങ്കിൽ ഇനിയും എലമെൻറ്റ്സ് വരണം. സോ ഈ എലമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിന് നമുക്ക് തിരിച്ച് നക്ഷത്രങ്ങളിലേക്ക് വരാം. നക്ഷത്രങ്ങളിൽ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ആറ്റംസ് ന്യൂക്ലിയസിനെ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആകുന്നു. എന്നാൽ ഒരു പോയിന്റിൽ ഈ ഒരു വലിയ ബോൾ ഓഫ് ഗ്യാസ് ആണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ഗ്യാസ് തീർന്നു പോയില്ലേ, ഹൈഡ്രജൻ തീർന്നു പോയില്ലേ, നമ്മൾക്ക് പെട്രോളും ഗ്യാസും ഒക്കെ ക്ഷാമം വരും, അത് തീർന്നു പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നക്ഷത്രങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ ഹൈഡ്രജൻ എല്ലാം തീർന്നു പോകും, അതിൻ്റെ ഫ്യൂവൽ തീർന്നു പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അത് ഹീലിയത്തിന് യൂസ് ചെയ്യാൻ തുടങ്ങും. ഹീലിയം ന്യൂക്ലിയനെ ഫ്യൂസ് ചെയ്ത് അത് കാർബണിനെയും ഓക്സിജനെയും നൈട്രജനെയും ഒക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് കാർബൺ ഫ്യൂസ് ചെയ്ത് നിയോണിനെയും ഫോസ്ഫറസ് മാഗ്നീഷ്യം പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കും വിത്ത് ഇമ്മൻസ് എമൗണ്ട് ഓഫ് എനർജി റിലീസ്. ഇങ്ങനെ പലതരത്തിലുള്ള എലമെൻറ്റ്സിനെ ഫ്യൂസ് ചെയ്ത് നക്ഷത്രങ്ങൾ എനർജി റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ അയൺ എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടാകുന്നത് വരെ. അയൺ എന്ന് പറയുന്ന എലമെൻറ്റിനെ ഫ്യൂസ് ചെയ്ത് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ സ്റ്റാറിൽ നിന്നുള്ള ഒത്തിരി എനർജി ഈ പ്രോസസ്സിന് യൂസ് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല എനർജി ഒന്നും റിലീസ് ചെയ്യാവില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ സ്റ്റാർ മരിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ഗ്ലോ ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസ്ഥയിലെത്തുന്ന സ്റ്റാറിന് ഇനി പ്രത്യേകിച്ച് എനർജി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മരിക്കുന്ന ഒരു സ്റ്റാർ അത് ഒത്തിരി വലിയൊരു സ്റ്റാർ ആണെങ്കിൽ അത് എക്സ്പ്ലോഡ് ചെയ്യും. അതാണ് അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. ഒരു വലിയൊരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ചുറ്റിനും ചിതറി പോകും. അതുപോലെ തന്നെയാണ് ഈ സ്റ്റാറിന് സംഭവിക്കുന്നത്. ഇത് വലിയൊരു എക്സ്പ്ലോഷൻ ആയി മാറുന്നു. ഇതിനെ നമ്മൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയും. ഈ സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ സ്റ്റാറിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ചുറ്റിലും ചിതറി ഒരു നെബുല വീണ്ടും ഉണ്ടാകുന്നു. എന്നാൽ ഈ നെബുലയിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? നമ്മൾ അത്യാവശ്യം പീരിയോഡിക് ടേബിളിൽ കാണുന്ന എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്, അയൺ വരെ. ബാക്കിയുള്ള എലമെൻറ്റ്സ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, യുറേനിയം ഒക്കെ ഉണ്ടാകുന്നത് ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന സമയത്താണ്. ഇങ്ങനെ ഒരു സ്റ്റാർ സൂപ്പർനോവ എക്സ്പ്ലോഷൻ സംഭവിച്ച് വീണ്ടും നെബുലയെ ഉണ്ടാക്കിയ ഒരു നെബുലയിൽ നിന്നാണ് നമ്മളുടെ സൺ ഉണ്ടായത്. പക്ഷേ ഈ സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ നെബുല ഉണ്ടാകുമ്പം അതിൽ ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഹൈഡ്രജനും ഹീലിയം ഒക്കെ എവിടെ നിന്ന് വന്നു? കാരണം സ്റ്റാറിൽ ഫ്യൂവൽ റൺ ഔട്ട് ആകുമ്പോഴാണല്ലോ സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഹീലിയം ഒക്കെ ഓൾറെഡി ഫിനിഷ് ആയെന്നല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞത്. പക്ഷെ ഇതിന് പിന്നിലത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ കോർ, അതിൻ്റെ സെൻറ്റർ, എർത്തിൻ്റെ ആണെങ്കിലും ഇമാജിൻ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ കോറിലാണ് ഭയങ്കര ഹോട്ട് ആൻഡ് ഇങ്ങനെ ലാവയൊക്കെ ഉള്ളത്. അതിൻ്റെ ഔട്ട്സൈഡിൽ, എർത്തിൻ്റെ ഔട്ട്സൈഡിലെല്ലാം സോളിഡായിട്ട് നല്ല കാമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു സ്റ്റാറിൻ്റെ കോറിലാണ് അതിൻ്റെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. ഇമാജിൻ, ഗ്രാവിറ്റി കാരണം ക്രഷ്ഡ് ഔട്ട് ആവുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതിൻ്റെ കോറിലാണ്. ഈ ഫുൾ സാധനത്തിൻ്റെയും ആ ഒരു ക്രഷിങ് ഫോഴ്സ് വരുന്നത് അതിൻ്റെ മിഡിലാണ്, അതിൻ്റെ കോറിലാണ്. സോ ഈ കോറിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. ഔട്ട്സൈഡിൽ സ്റ്റിൽ ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഉണ്ട്. കോറിൽ നടക്കുന്ന ഫ്യൂഷൻ നിന്നുണ്ടാവുന്ന എനർജിയാണ് പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഔട്ടർ സർഫസിലുള്ള ഹൈഡ്രജനും ഹീലിയവും ഒക്കെ സ്റ്റിൽ ആ നെബുലയിൽ ഉണ്ടാവും. സൺ ഉണ്ടാവാൻ ആവശ്യമുള്ള ഹൈഡ്രജനും ഹീലിയം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന അയൺ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ ഗോൾഡ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച്, ബാക്കി വന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടായിട്ടുള്ളതാണ് നമ്മളുടെ പ്ലാനറ്റ്സ് എല്ലാം. ഇപ്പം നമ്മൾ ഭൂമിയിൽ കാണുന്ന ഈ ഗോൾഡ് എല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ നിന്നാണ് ഉണ്ടായത്. നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന കാർബണും ഹൈഡ്രജനും നൈട്രജനും ഫോസ്ഫറസും മാഗ്നീഷ്യം, കാൽസ്യവും, നമ്മുടെ ബോൺസിലൊക്കെയുള്ള കാൽസ്യം ഒക്കെ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു നക്ഷത്രത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ദാറ്റ് ഈസ് വൈ വി ആർ ഓൾ മെയ്ഡ് ഓഫ് സ്റ്റാർ ഡസ്റ്റ്. പ്രപഞ്ചം ഉണ്ടായത് മുതൽ
സൂര്യനും പ്ലാനറ്റ്സും നമ്മളും ഉണ്ടായത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ഒരു സയൻറ്റിസ്റ്റ് ഒന്നുമല്ല. ഞാൻ വായിച്ചിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള ചില സീരീസ്, ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ്, ഞാൻ വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ, ഇതിൽ നിന്ന് കിട്ടിയ അറിവാണ് വളരെ ബേസിക്കായി സാധാരണ മനുഷ്യർക്ക്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊത്തിരി കുറവുകളുണ്ട്. പല കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻസ് ഉണ്ട് എന്നെനിക്കറിയാം. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം ഉള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഇത് എന്നുള്ളത് കൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓൾവേസ് ഐ എം ഓപ്പൺ ടു ക്രിറ്റിസിസംസ് ആൻഡ് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ടാവാം. എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഐ വിൽ കറക്റ്റ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അറിയിക്കണം. ആൻഡ് ഇഫ് യു എൻജോയ്ഡ് വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്. ബിക്കോസ് ലാസ്റ്റ് വീഡിയോ ഏറെക്കുറെ ഒരു 500 പേരിലധികം കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ബിഗ് നമ്പർ ഫോർ മീ. എൻ്റെ വീഡിയോസ് ഒരു 300 പേരിലധികം കാണാറില്ല. അപ്പോൾ 500 എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു നമ്പറാണ്. അത്രയും പേര് കണ്ടിട്ടുണ്ടെങ്കിൽ, അത്രയും പേര് അത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ്, ദാറ്റ് വിൽ ഹെൽപ്പ് മീ എ ലോട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.